ഞാൻ ഏറ്റവും അവസാനം സംസാരിക്കുന്നതായിരിക്കും ഒന്നുകൂടി. താങ്ക് യു എവരി വൺ. എനിക്കറിയാം ഈ വരുന്ന മന്ത് നമ്മുടെ പടം ഇറക്കാനായിട്ടുള്ള മാക്സിമം ഓട്ടത്തിലാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുന്നത് റിക്വസ്റ്റ് ചെയ്യാണ്. കാണില്ലേ? കുറച്ചുകൂടി എനർജി നമ്മുടെ ചോരങ്കര പവർ. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാം, മേജർ കാസ്റ്റ് തന്നെ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ഇനിയും ഒരുപാട് പേര്, അതായത് ടോട്ടൽ ഒരു 47ഓളം ആക്ടേഴ്സ് ആണ് നമ്മുടെ പടത്തിലുള്ളത്. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരണം എന്നുണ്ടായിരുന്നു. എന്തായാലും പടത്തിന്റെ വിജയത്തിന് ശേഷം ഒന്നുകൂടി വരുന്നതായിരിക്കും നിങ്ങളുടെ ഏതെങ്കിലും ഇതേ എനർജിയിൽ നമ്മളെല്ലാവരെയും വീണ്ടും നിങ്ങളുടെ പവറും സ്നേഹവും എല്ലാം തരണം. എല്ലാവർക്കും നമസ്കാരം. അതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാ സിനിമയുടെയും ഭാഗമായി പണിയാറ് എത്താൻ കഴിയാറുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ സിനിമ മാളികപ്പുറമായിരുന്നു. അതിന്റെ പ്രൊമോഷൻ തുടങ്ങിയത് ഇതാണ്. അതിലേക്ക് ഞാൻ എല്ലാ സിനിമകളും ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഒരു ഭാഗ്യമുള്ള തോന്നില്ല. അപ്പൊ ഇന്നാണ് ശരിക്കും ഇവിടെ എത്തേണ്ട 3 പേര് എത്താൻ കഴിഞ്ഞിട്ടില്ല. അർജുനും കാലുവും ഗോകുലും മറ്റൊരു പ്രോഗ്രാമായിട്ട് അവർ മറ്റൊരു സ്ഥലത്താണ്. അപ്പൊ അർജുൻ നിങ്ങളോട് പറയാൻ പറഞ്ഞു, അവൻ ഇനി ഒരു തവണ ഇവിടെ അഡ്മിഷൻ കൊടുക്കേണ്ടിയിരിക്കണം. നമുക്ക് എല്ലാ സിനിമകളും പറയാം. എൻ്റെ അടുത്ത് എടുത്തു പറയാൻ പറഞ്ഞു. ഇവിടുത്തെ എല്ലാ ആളുകളോടും അതിന്റെ അന്വേഷണം പറയാൻ പറഞ്ഞു, പ്രത്യേകിച്ച് പെൺകുട്ടികളോട്. അപ്പം അത് അതിനുവേണ്ടി ഞാനിവിടെ പറയാണ്. പിന്നെ എൻ്റെ ഏറ്റവും സന്തോഷം, വിഷ്ണുവിനൊപ്പം ഞാൻ വീണ്ടും ഒരു സിനിമ മാളികപ്പുറത്തിന് ശേഷം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് വിഷ്ണു. ഞാനും ഇവിടെ സിനിമ സ്വപ്നം കണ്ട് തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. എൻ്റെ എല്ലാ കഥകളും ഞാൻ ആദ്യം പറയുന്നത് വിഷ്ണുവിനോടാണ്. അവൻ അത് കൃത്യമായി പറയും, ചേട്ടാ ഇത് ഞാൻ ചെയ്തോളാം, ഇത് മറ്റേതെങ്കിലും ഡയറക്ടറുടെ തലയിൽ വെച്ച് കൊടുത്തോളാം പറയും, മറ്റേ കഥകൾ. അങ്ങനെ അവനെടുത്ത സിനിമകളിൽ ഞങ്ങൾ 2019 മുതൽ കാണുന്ന സ്വപ്നമാണ് സുമതി വളവ്. അന്ന് ശരിക്കും ഞാനും വിഷ്ണു സിനിമ ചെയ്തിട്ടില്ല. അന്ന് ഇങ്ങനെ ഈ സിനിമയുടെ ഭാഗമായി ഞങ്ങൾ ഓരോ സംവിധായകരുടെ ഓരോ നിർമ്മാതാക്കളുടെ അടുത്തും ചെല്ലുമ്പോൾ അവർ പറയും, നിങ്ങൾ സിനിമ ചെയ്തിട്ട് വാ, നിങ്ങൾ പ്രൂവ് ചെയ്തിട്ട് നമുക്ക് സിനിമ ചെയ്യാന്ന് പറയും. അന്നൊരു 3.5 കോടി രൂപ 4 കോടിക്കകത്ത് തീരുന്ന ഒരു സിനിമയായിട്ടാണ് സുമതി വളവ് പ്ലാൻ ചെയ്തത്. അർജുൻ അന്ന് കഥ കേട്ടിട്ടുണ്ട്, 2019 കഥ കേട്ടിട്ടുണ്ട്. അന്ന് അവനും ഈ പറയുന്ന പോലത്തെ ഒരു സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് വാല്യൂ ഇല്ലാത്തൊരു സമയമാണ്. അന്ന് ഞങ്ങളെ വിശ്വസിച്ച് ഈ സിനിമ ചെയ്യാൻ ആരും മുന്നോട്ട് വന്നില്ല. പിന്നീട് കാലം മുന്നോട്ട് പോയി, ഞങ്ങൾ സിനിമകൾ ചെയ്തു. ദൈവം അനുഗ്രഹിച്ച് അതിൽ ഹിറ്റുകൾ ഉണ്ടാകുന്നു. ഇന്ന് 15 കോടി രൂപ മുതൽ മുടക്കിലാണ് സുമതി വളവ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ ഒരു വിഷ്വൽ ട്രീറ്റ് തരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. വലിയ അവകാശവാദങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഒരു ചെറിയ സിനിമ തന്നെയാണ് സുമതി വളവ്. പക്ഷെ ഞങ്ങളുടെ കഴിവിന്റെ അങ്ങേയറ്റം എഫോർട്ട് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് കൂടെ നിന്ന ഒരു വലിയ ക്രൂ ഇവിടെ ഉണ്ട്. ഇതിനേക്കാൾ ഒരു ഇരട്ടി ആളുകൾ ഇത് പുറത്തുണ്ട്. അവർക്ക് പലർക്കും ഇങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഞങ്ങളുടെ ഒരു ലക്കി ചാനൽ ഇവിടെ ഉണ്ട്, സൈജി ചേട്ടൻ. ഞങ്ങളുടെ എല്ലാ സിനിമകളും കാരണം മാളികപ്പുറം തൊട്ട് തുടങ്ങിയ ബന്ധമാണ്. മാളികപ്പുറമായാലും ആനന്ദ് ശ്രീകാരായാലും ഇപ്പൊ സുമതി വളവും അടുത്ത സിനിമയിലും എനിക്കൊരു ഓപ്പൺ ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പം സൈജി ചേട്ടൻ ശരിക്കും ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ ഭാഗമാണ്. അതേപോലെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ എല്ലാ സിനിമയിലുള്ള ഒരാൾ ഇതിലൂടെ എത്താൻ കഴിഞ്ഞിട്ടില്ല, എന്റെ മ്യൂസിക് ഡയറക്ടർ രഞ്ജിത്ത് രാജ്. അപ്പം മാളികപ്പുറം ടീം നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന അടുത്ത സിനിമ എന്തുകൊണ്ട് നിങ്ങൾ കാണണമെന്ന് ചോദിച്ചാൽ ഉറപ്പ് പറയുന്നു, തിയേറ്ററിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റും. നിങ്ങൾ കൊടുത്ത പൈസക്കുള്ള എന്തൊക്കെയോ ഞങ്ങൾ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഒരിക്കലും വിഷമിച്ച് ഇറങ്ങി പോയി വരില്ല. കുറെ ചിരിക്കാനും കുറച്ച് പേടിക്കാനുള്ള ഒരു സിനിമയാണ് സുമതി വളവ്. ഈ സുമതി ആരാന്ന് അറിയോ? കേട്ടിട്ടുണ്ടോ? സുമതി വളവ് സ്ഥലം തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം യക്ഷിയാണ് സുമതി വളവ്. ആ യക്ഷിനെ ഞങ്ങള് കേരളത്തിന്റെ സ്വന്തം യക്ഷിയാക്കി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ സിനിമയില് സുമതിയോട് ശരിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടം തോന്നും. അങ്ങനത്തെ ഒരു യക്ഷിയാണ് സുമതി. ഇതിൽ ആരാണ് സുമതി എന്നൊരു ചോദ്യമുണ്ട്. ഇതല്ലാതെ കുറച്ച് യക്ഷികൾ പുറത്തുണ്ട്, അല്ല കുറച്ച് നായകന്മാരുടെ പുറത്തുണ്ട്. അതിലാരോ ഒരാളായിരിക്കാം സുമതി. അത് ഈ മെയ് മാസം തിയേറ്ററിൽ എത്തുമ്പോൾ നിങ്ങൾ വന്ന് കാണും. ഉറപ്പായിട്ടും അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. അത് ഞങ്ങളൊരു സസ്പെൻസ് സിനിമയുടെ അവസാനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് തിയേറ്ററിൽ കണ്ടിറങ്ങിയിട്ട് നിങ്ങളത് തീരുമാനിക്കുക. പിന്നെ ഇവിടെ വന്ന എല്ലാ മീഡിയാസിനോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നീലക്കുയിൽ ഒരാൾ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഇവിടെ വീഡിയോസ് ഇന്നലെ പോലെ എനിക്ക് മനസ്സിലാവും. കേരളത്തിൽ ഇത്രയും ബ്രാഞ്ച് ഉണ്ടോ കേരളത്തില്? ഞങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്ത് ചെന്ന്
ഹോട്ടലിലേക്ക് ഇറങ്ങി ഞാൻ അകത്ത് ചെല്ലുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു അഭിലാഷ് പിള്ള തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്തായാലും നന്നായി, ഒരു വലിയ ബ്രാഞ്ചായിട്ട് വളരട്ടെ. എല്ലാ മീഡിയാസും നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. ഒരുപാട് സംസാരിക്കാൻ ഒരു ആവശ്യമുണ്ട്. അപ്പൊ ചോറ്റാനിക്കരക്കാരുടെ സപ്പോർട്ട് എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തരില്ലേ? ഗുഡ് ഈവനിങ് എവരിവൺ. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബാക്കിയും ഇംഗ്ലീഷിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ചോറ്റാനിക്കരയായിട്ട് എനിക്ക് ഭയങ്കര അടുപ്പമാണ്. അതിന്റെ കാരണം ഞാൻ പറയാം. ചോറ്റാനിക്കര അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അതല്ല അടുപ്പം. ചോറ്റാനിക്കര മകം തൊഴിലിന്റെ ദിവസമുള്ള അന്നാണ് ഞാൻ ജനിച്ചത്. ഞാൻ ആക്ച്വലി ചോറ്റാനിക്കര അമ്മയുടെ നാള് തന്നെയാണ് എൻ്റെ നാള് മകമാണ്. മകം തൊഴിൽ എത്ര മണിക്ക് അഭിലാഷ്? 1:30 2 മണി 2 മണിക്കാണ് ഞാൻ ജനിച്ചത്. കറക്റ്റ് ഇവിടെ മകം തൊഴിലിന് വേണ്ടിയിട്ട് നട തുറക്കുമ്പോഴത്തേക്കും ചേർത്തലയിൽ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ജനിച്ചു. അപ്പോ പണ്ട് തൊട്ടേ അമ്മ പറയുമായിരുന്നു, എടാ നീ മര്യാദക്കൊക്കെ പഠിച്ചോ, പഠിച്ച് വലിയ ആളാണ്. അല്ല, വലിയ ആളെന്ന് എന്തായാലും ആകും. എന്ന് വെച്ചാൽ നീ ചോറ്റാനിക്കര മകൻ തൊഴിലിന്റെ ദിവസമുള്ള ചോറ്റാനിക്കര അമ്മയുടെ നാളാണ്, നമുക്ക് ഭയങ്കര ലക്കിയാണ്. അതുകൊണ്ട് കുറച്ച് പഠിക്കുകയും കൂടെ ചെയ്താല് നീ വലിയ നിലയിലെത്തുമെന്ന് പറയുമായിരുന്നു. ഞാൻ പഠിച്ചു കേട്ടോ, ഞാൻ ഉഴപ്പൊന്നുമില്ല. ചെറിയ ഉഴപ്പൊക്കെ അല്ലാണ്ട് വലുതായിട്ട് ഉഴപ്പാണ്ട് ഞാൻ ഒരു എഞ്ചിനീയറായി. പക്ഷെ എനിക്ക് എന്നും ഫേമസ് ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനപ്പം അത്യാവശ്യം ടെന്നീസ് ബോളൊക്കെ വെച്ച് ക്രിക്കറ്റൊക്കെ അത്യാവശ്യം കളിക്കുമായിരുന്നു. ഞാൻ ഓർത്തത് അതായത് 17 വയസ്സാകുന്നവരെ ഞാൻ വിചാരിച്ചിരുന്നത് ടെണ്ടുൽക്കറിന്റെ റെക്കോർഡ് ഞാൻ പൊട്ടിക്കും. ഇപ്പൊ നമ്മുടെ വൈഭവ് സൂര്യവംശി അറിയാവോ? കുറെ പേർക്ക് അറിയില്ലല്ലേ? IPL ഇവിടെ കുറെ പേര് ഫോളോ ചെയ്യുന്നില്ല. IPL ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. 14 വയസ്സുള്ള വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുന്നതാണ്. എന്ന അടിയ എന്റെ ദൈവമേ, 6 എന്നൊക്കെ പറഞ്ഞ ഇശാന്ത് ശർമ്മയെ പോലത്തെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ബോളറിനെയൊക്കെ വൻ അടിയായിരുന്നു. അപ്പൊ വൈഭവ് സൂര്യവംശി ആണിപ്പം റെക്കോർഡ്, ഇന്റർനാഷണൽ അല്ല പക്ഷെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റെക്കോർഡ് ഉണ്ടാക്കി. ഓക്കെ, നമ്മുടെ വിഷയമല്ല. ഞാനിപ്പോ എന്റെ ബയോഡാറ്റ തന്നങ്ങനെ അത് മതി വന്നു പോയി. സുമതി വളവാണ് നമ്മുടെ വിഷയം. സുമതി വളവ് അഭിലാഷ് പിള്ള എഴുതുന്ന 3ാമത്തെ പടത്തിലാണ് എനിക്ക് അവസരം അഭിലാഷ് തന്നത്. ആദ്യത്തെ പടം മാളികപ്പുറമാണ്. മാളികപ്പുറം ഇവിടെ കുറെ പേരെ കണ്ടാണോ അല്ലേ? അപ്പം മാളികപ്പുറമായിരുന്നു എൻ്റെ ഫസ്റ്റ് അഭിലാഷും വിഷ്ണുവായിട്ടുള്ള എൻ്റെ കൊലാബറേഷൻ. അതിനുശേഷം ആനന്ദ് ശ്രീവാദം എന്ന് പറഞ്ഞ പടം ചെയ്തു. അതിൽ ഒരു ഉഗ്രൻ ക്യാരക്ടർ വന്നു. അതിനുശേഷം വീണ്ടും മാളികപ്പുറത്തിന്റെ സംവിധായകനും എഴുത്തുകാരനും കൂടെ ചെയ്യുന്ന ഒരു സിനിമയാണ് സുമതി വളവ്. ഒരു ഹൊറർ കോമഡി ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. ഞങ്ങൾക്ക് എല്ലാ ആക്ടേഴ്സിനും ഇവിടെ വിളിക്കാൻ പറ്റില്ല, കാരണം നമുക്കിവിടെ ചെയറുകൾ കുറവാണ്. ഇനിയിപ്പോൾ ഒരാളും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയർ ഇടാനില്ല, പിന്നെ അങ്ങോട്ടങ്ങോട്ടിട്ട് മാസ്ക് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും ബോറടിപ്പിക്കാൻ വേണ്ടി വരില്ല. ബാക്കി അടുത്ത ലോഡിനകത്ത് കുറെ ആക്ടേഴ്സ് ഉണ്ട്. അപ്പം അർജുൻ അശോകൻ, ബാലു വർഗീസ്, ഗോകുൽ സുരേഷ്, ശ്രാവൺ മുകേഷ്, പറഞ്ഞ പല ആൾക്കാരുണ്ട്. ശ്രീജിത് രവി, നന്ദു ചേട്ടൻ, അല്ലെ, കുറെ പേരുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം അവരൊക്കെ ആയിരിക്കും വരുന്നത്. നിങ്ങൾ എല്ലാവരും സുമതി വളവ് കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകുമോ? അടിപൊളി. ഞാൻ എൻ്റെ ഈ ലുക്കില് മുടിയൊക്കെ വളർത്തിയ ഇത് അഭിലാഷം എന്ന് പറഞ്ഞ എൻ്റെ ഒരു പടത്തില് ലുക്കാണ്. ഞാൻ മുടിയൊക്കെ വളർത്തിയ ലുക്കല്ല. അഭിലാഷ് പിള്ളയോട് എന്റെ സ്നേഹം കാണിക്കാൻ വേണ്ടി അഭിലാഷം എന്ന് പറഞ്ഞൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചു. അഭിലാഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിരുന്നു എന്റെ വിഷയം. അതല്ല വിഷയം എന്ന് വെച്ചാല് ഞങ്ങൾ കുറച്ച് കോളേജിലൊക്കെ പോയായിരുന്നു. നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സിൻ്റെയൊക്കെ ചെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അതിനകത്ത് ഉഗ്രം പാട്ടുകളുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് എത്ര പേര് സിനിമ കാണാൻ പോയെന്നറിയില്ല. പക്ഷെ നമ്മളിത് പോകുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഉത്സാഹിച്ചത് നിങ്ങളെ പോലെ തന്നെ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കുമെന്ന്. പക്ഷെ കുറെ പേര് പോയി കാണും കേട്ടോ. നമ്മൾ അതിന്റെ സർവേ ഒന്നും എടുത്തിട്ടില്ല, അതൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഒരു മുൻകൂറായിട്ട് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരും ഒന്ന് പോണേ കാണാൻ. നിങ്ങൾ പോയാൽ തന്നെ നമ്മുടെ ഹിറ്റാണ്. അങ്ങനെ സുമതി വളവ് മെയ് മാസത്തിൽ റിലീസാകാൻ പോവാണ്. ഹൊറർ കോമഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങളുടെ എക്സാംസിന്റെ ഒക്കെ അവസ്ഥ എന്താണ്? ഇപ്പൊ അടുത്തൊന്നുമില്ല. ഓക്കെ, എനിക്ക് മനസ്സിലായില്ല.
പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എക്സാംസ് ആണെങ്കിൽ നിങ്ങൾ പോകണ്ട. പക്ഷെ എക്സാം കഴിഞ്ഞിട്ട് പോവാം, അല്ലെങ്കിൽ എക്സാമിന് മുമ്പ് പോവാം. എക്സാം ടഫായിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് എക്സാമിന്റെ എല്ലാ പേപ്പേഴ്സിന്റെ ഇടയിൽ 4 ദിവസത്തെ ഗ്യാപ്പ് കിട്ടുമായിരുന്നു. 4 സിനിമകൾ കാണുമായിരുന്നു. പക്ഷെ ഞാൻ ഫസ്റ്റ് ഇയർ 2 വർഷം കൊണ്ടാണ് പാസ്സായത്. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ എന്നെപ്പോലെ നിങ്ങൾ ഉഴപ്പിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമയും കാണാം, പാസ് കാണാം. അപ്പൊ എനിവേസ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ് യു ഓൾ അറ്റ് തിയേറ്റേഴ്സ് ഇൻ മേ. നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. സുമതി വളവുകളാണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ വന്ന കാര്യം ഇവരൊക്കെ നിങ്ങൾ സംസാരിച്ചു. സുമതി വളവിന്റെ പ്രൊമോഷനായിട്ട് വന്നതാണ്. ഞാൻ ഒരു കണ്ണൂർക്കാരനാണ്, അറിയാലോ. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണൂർ സ്ലാങ്ങിൽ നിങ്ങളോട് അതേ കാര്യങ്ങൾ വീണ്ടും സംസാരിക്കാം. ഈ അഭിലാഷ് പിള്ള ഒരു ഫംഗ്ഷന് വെച്ചിട്ട് എൻ്റെ അടുത്ത സിനിമയിൽ നീ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് ആനന്ദ് ശ്രീപാലയിൽ ഒന്നും ഇത് 2ാമത്തെ സിനിമയാണ് അഭിലാഷ് പിള്ളയായിട്ട് ചെയ്യുന്നത്. വിഷ്ണു ഇതിനു മുന്നേ പരിചയത്തിലാണെന്ന്. അപ്പം നമ്മളുടെ വന്നനി ഈ സുമതി വളവിന്റെ സിനിമ റിലീസാവുന്നുണ്ട്. അതിന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ നിങ്ങളെ കാണാൻ വന്നിന്. അപ്പൊ നിങ്ങെന്താ വേണ്ടത്? സിനിമ കാണണം. റിലീസ് ആയ ഉടനെ ആദ്യത്തെ ദിവസമോ അല്ലെങ്കിൽ 2ാമത്തെ ദിവസമോ അതിന്റെ അപ്പുറം പോകാൻ പാടില്ല. സിനിമ കാണണം. ഈ സിനിമ വിജയിച്ചതിന് ശേഷം നമ്മെല്ലാവരും ഇങ്ങോട്ട് വരും. വന്നിട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾ പറയും വേണം. എല്ലാവരും സുമതിയോളം കാണില്ലേ? ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഞാൻ പണ്ട് എൻ്റെ കോളേജിൽ ഡാൻസ് കളിച്ച് പുറത്തായ ശേഷം ഒരു കോളേജിൽ സ്റ്റേജ് കാണാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ പിന്നെ സുമതി വളവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിവിടെ ഇടയ്ക്ക് നമ്മുടെ ചോറ്റാനിക്കൽ അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പം അവിടെ വെച്ചിട്ട് രജീഷ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അപ്പൊ ചേട്ടനാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒഡീഷന് പോകണ കാര്യങ്ങളൊക്കെ രജീഷേട്ടൻ അറിയാം. അപ്പൊ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അഭിലാഷ് എന്ന പേര്, അവനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ന് അവനെ പോയി കാണുന്നു. അപ്പൊ അഭിലാഷേട്ടന്റെ ഫസ്റ്റ് പടം കലാവർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ചോറ്റാനിക്കര സത്രത്തിൽ തന്നെ വെച്ചിട്ട്. അപ്പൊ തുടങ്ങി എന്നെ ചേർത്ത് പിടിച്ചേക്കുന്നതാണ്. ഇപ്പം വരെ എല്ലാ സിനിമകളിലും ഒരു ചെറിയ ഭാഗമായിട്ടുണ്ട്. ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഒരു വേഷം തന്നിക്കാണ്. അപ്പൊ താങ്ക് യു അഭിലാഷേട്ടാ. അതുപോലെ തന്നെ വിഷ്ണു ചേട്ടൻ ഞാൻ ഈ പറഞ്ഞ പണ്ട് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ടാണ് ഫസ്റ്റ് ടൈം കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തമ്മിലൊരു കുറച്ച് ബന്ധമുണ്ടെന്ന് അഭിലാഷേട്ടൻ പറഞ്ഞ് ഞങ്ങൾ അറിയണം. അപ്പൊ തുടങ്ങി ഉള്ള ബന്ധമാണ് വിഷ്ണു ചേട്ടനായിട്ട്. പിന്നെ കടാവർ സിനിമയിൽ വിഷ്ണു ചേട്ടൻ ഡയറക്ഷനകത്തുണ്ടായിരുന്നു. ഞാനും ഒപ്പം അവിടെ വിളിക്കേണ്ടി നിന്നു. അപ്പൊ തുടങ്ങിയൊരു ബന്ധം ഇപ്പൊ വരെ ഉണ്ട്. ഫസ്റ്റ് ടൈം ചെയ്യുന്നൊരു വേഷമാണ്, ത്രൂ ഔട്ട് ചെയ്യുന്നൊരു വേഷമാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. എന്റെ ഒഫീഷ്യലി 2ാമത്തെ സിനിമയാണ് ആക്ച്വലി സുമതി വളവ്. മുമ്പ് പറഞ്ഞ പേര് ഡ്രാമയിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും ശ്രദ്ധിച്ചില്ലായിരുന്നു. പണി എന്ന സിനിമയ്ക്ക് ശേഷമാണ് കാസ്റ്റ് ചെയ്തത്. പണിക്ക് ശേഷമാണ് എന്നെ വിഷ്ണു അഭിലാഷ് വിളിക്കുന്നു. വളരെ രസകരമായി ചെയ്തൊരു സിനിമയാണിത്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് അഭിനയിച്ചൊരു മൂവിയാണ്. ഒരു നല്ല സിനിമയാണെന്ന് ആണ് എൻ്റെ വിശ്വാസം. എല്ലാവരും സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോ എന്താണ് പേര്? ബോബി കുര്യൻ. എന്താ പേരാണ് ചോദിച്ചത്? ഡയലോഗ് ഓക്കെ, നിങ്ങൾ പെർഫോം ചെയ്യും. എന്താ ഞാൻ പറയണ്ടേ? അതിന്റെ ഡയലോഗിന്റെ ഓപ്പണിംഗ് എങ്ങനെയായിരുന്നു? നിന്റെ പേരാ ചോദിച്ചേ? ചൂടൻ. സോറി, എന്റെ കൂട്ടുകാരൻ. നിങ്ങൾക്ക് പറഞ്ഞ ഡയലോഗ് അറിയില്ല, ഞാനെങ്ങനെ നിന്റെ പേരാ ചോദിച്ചേ? വിജയ്. ഇതെങ്ങനെ പഠിക്കണേ? സാധനം വിട്ടുപോയല്ലോ. കയ്യിൽ നിന്ന് പോയി നമുക്ക് പിന്നെ പഠിക്കാം. സോറി.
ഏതാണ് ഇവന്മാരൊക്കെ എന്ന് വെക്കുന്നു. ഇതെന്റെ കൂട്ടുകാരാണോ? എന്റെ പേര് വിജയ്. ഏതാണ് ഇവന്മാരൊക്കെ? സത്യത്തിൽ അതിനകത്തൊരു ഡയലോഗ് മിസ്സിംഗ് ആണ്, അതുകൊണ്ടാണ്. എനിവേ താങ്ക് യു. ഏതായാലും ഒരു സന്തോഷം തന്നെയാണ്. കാരണം സുമതി വളവ് ഇനിയിപ്പോ എന്നെ പ്രത്യേകിച്ച് വിളിക്കുന്നുണ്ടാ? അഭിലാഷേ, എന്നെ വിളിക്കണ്ട. ഈ തോന്നുന്നു സുമതി വളവ് ഇത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇതിൽ ഈ മുത്ത് പണി ചെയ്തേക്കണമൊന്നുമല്ല എന്റെ മക്കളെ. അത് ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അത് ആ ശരിക്കും കുറച്ച് ദിവസം കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊരു ഒന്നൊന്നര മുതലാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും ഒരുപാട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമ നന്നായിട്ട് വരും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓക്കെ, അപ്പൊ വിളിക്കാം. അപ്പൊ സുമതി ഈ വളവെന്ന് പറയുമ്പോൾ മാളികപ്പുറം എങ്ങനെയാണോ കണ്ടത് അതിനപ്പുറത്തേക്കാണ് ഈ പറയുന്ന സാധനം കണ്ടത്. ഏറെ സുമതി വളവ് സാരപ്പെട്ട കാര്യമല്ല. കാരണം ഓരോ നിമിഷവും എങ്ങനെയാണ് ജനത്തിനെ കൊണ്ടുപോകേണ്ടതെന്ന് വിഷ്ണു ശശിശങ്കറും അഭിലാഷ് പിള്ളയും അത് കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. തിയേറ്ററിൽ വരുമ്പോൾ നമുക്കറിയാം. കാരണം നമ്മൾ വിചാരിക്കും ഇപ്പൊ പ്രേതം, പക്ഷേ അതല്ല, ഇതൊരു വലിയ സംഭവമാണ് സുമതി വളവ്. എന്റെ മക്കളെ, ഞാൻ അർമാദിച്ചതെന്ന് പറയാണ്. ചേട്ടൻ കുറച്ച് കേട്ടോ, കാരണം ഇയാളുടെ ഡയലോഗ് മാത്രമുള്ള കുറച്ചുള്ളൂ. ഇതൊരു വല്ലാത്ത സംഭവം തന്നെയാണ് സുമതി വളവ്. ഒരിക്കൽ കൂടി ഹോമിയോ കോളേജിന്റെ ഈ കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി അറിയിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി അപ്പൊ ഇനി ചേട്ടൻ കള്ളുകൂടിയിലൂടെയാണ് സിനിമയിൽ നിങ്ങൾക്ക് അറിയാം, ക്രോണിക് ബാച്ചിലെ കള്ളുകൂടിയൻ. അപ്പൊ അത് പറയുമ്പോൾ എന്റെ പിള്ളേർക്ക് വേണ്ടിയിട്ടല്ലേ ഒന്ന് പറയണ്ടല്ലേ? അടിക്കുമ്പോ സുമതി വളവെന്ന് പറഞ്ഞ അതൊരു വളവാണ്. എനിക്കൊരു പരാതി മാത്രമേ പറയാനുള്ളൂ. ഇവിടെ വന്നിരിക്കുന്ന ആർക്കും പൈസ കൊടുത്തിട്ടില്ല, പക്ഷെ അഭിലാഷേട്ടൻ പൈസ മേടിച്ചിട്ടുണ്ട്. അതായത് അഭിലാഷേട്ടൻ മാത്രമേ ഈ കൂട്ടത്തിൽ പൈസ മേടിച്ചിട്ടുള്ളൂ. മേടിച്ചത് നീലക്കോയിലിന്റെ കയ്യിൽ നിന്നാണ് പോവാം. അതായത് അവരെ കുറിച്ച് ഇങ്ങനെ വാദവരാതെ 2-3 ഡയലോഗ്. അതുകൊണ്ട് അഭിലാഷേട്ടൻ പാടാം. അത് മാത്രമേ എനിക്ക് പറയാം. ഇവരെ എല്ലാവരും തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം മലയാള സിനിമയില് ഇനി അറിയപ്പെടാൻ പോകുന്ന എഴുത്താരിപ്പെട്ട വരാൻ പോകുന്ന എഴുത്താരിപ്പെട്ട ആളാണ്. എന്റെ കഴിഞ്ഞ 6 സിനിമകളിലും എനിക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ബിബിൻ. എന്താ പറയുക, എന്റെ ഒരു റൈറ്റ് ഹാൻഡാണ്. ഞാൻ എന്റെ കൈയക്ഷരം ഞാൻ എഴുതി കൊടുത്താൽ പിന്നീട് അത് എനിക്ക് പോലും വായിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവൻ കൃത്യമായി അത് വായിച്ചെടുത്ത് DTP ചെയ്ത് എടുക്കുന്ന ആളാണ്. കൃത്യമായി ഒരു സീനിനെ അനലൈസ് ചെയ്ത് പറയാറുണ്ട്, ചേട്ടാ ഈ സീൻ കുറച്ച് ലാഗ് ഉണ്ട്, മാറ്റാമെന്ന് പറയുന്നതാണ്. എനിക്ക് അതിനേക്കാൾ വലിയ സന്തോഷം 6 സിനിമകൾക്ക് ശേഷം ബിബിൻ സ്വതന്ത്രമായി ആദ്യമായി അവൻ എഴുതുന്ന തിരക്കഥ സിനിമയാവാൻ പോവാണ്. അത് സംവിധാനം ചെയ്യുന്നത് എന്റെ തന്നെ മറ്റൊരു റൈറ്റ് ഹാൻഡായ ആരതിയാണ്. അതിലെ നായകൻ ഈ വേദിയിൽ ഇരിപ്പുണ്ട്, സൈജു ചേട്ടനാണ്. അപ്പം സുമതി വളവിന്റെ ലൊക്കേഷനിലാണ് ഇവർ സൈജുനോട് കഥ പറയുന്നത്. സൈജു എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ കഥ കേട്ടു, എന്താ എനിക്ക് ഇഷ്ടമായി അഭിലാഷം ഒന്ന് കേൾക്കാം. ഞാൻ ചേട്ടാ കേൾക്കണ്ട, കാരണം അവര് ചേട്ടൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞിട്ട് അത് എന്തായാലും നല്ലതായിരിക്കും. പിന്നീട് ആ കഥ ഞാൻ കേട്ടു, കൊള്ളാം, അതിലെനിക്ക് അവൻ നല്ലൊരു വേഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു സ്നേഹം എന്തുണ്ട്. പക്ഷെ അവൻ ഇവിടെ വന്നിപ്പോ പറഞ്ഞ കാര്യം നീലക്കോയിലിനെ എന്നെയൊക്കെ പറഞ്ഞ അവനെനിക്ക് 5 പൈസ തന്നിട്ടില്ല. നീ തന്നിട്ടുണ്ടോ എനിക്ക്? പക്ഷെ ഒരുപാട് സഹായിക്കുന്നുണ്ട് നിങ്ങൾ മീഡിയാസ്. ഇപ്പൊ ഈ നിൽക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ് ഒരു സിനിമ വിജയിപ്പിക്കുന്നത്. കാരണം അറിയാലോ, നിങ്ങൾ തരുന്നൊരു സപ്പോർട്ടാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ ശൂന്യാകാശത്തേക്ക് അയക്കുന്നതും ഭൂമിയിലേക്ക് ഇറക്കുന്നതും നിങ്ങളാണ്. അപ്പം ഇന്ന് ഏകദേശം എനിക്ക് ഇന്നത്തെ ദിവസം ശൂന്യാകാശത്ത് കയറാൻ സാധ്യതയുള്ളത് അനിയപ്പൻ ചേട്ടനും ബോബി ചേട്ടനും ഞങ്ങളൊക്കെ ഒന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ വേദിയിൽ ഞങ്ങൾ വരുമ്പോൾ ഇത്രയും ലേറ്റ് ആയിട്ടും ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിന്ന മീഡിയാസിനോട് ഒരു വലിയ താങ്ക്സ് പറയുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പം ഇനി അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാ തവണത്തെയും പോലെ
എനിക്ക് പറയാനുള്ളതും ഇവിടെ ഉള്ള ബാക്കിയുള്ളവർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇത് വൈൻഡപ്പ് ചെയ്യാൻ എന്റെ സംവിധാനം ഞാൻ വിളിക്കുകയാണ്. എന്റെ സ്ഥിരം പരിപാടി അത്. വിഷ്ണു സംസാരിക്കും. ഇല്ല ഗൈസ്, ഒന്നും പറയാനില്ല. എന്റെ മാസ്റ്റർ പീസ് ഡയലോഗ് തന്നെയാണ് അടിച്ചത്. ഇവര് എല്ലാവരും പോയി കാണണം എന്ന് ഉറപ്പ് തന്നു. കുടുംബത്തെ കൂട്ടണേ, കാരണം ഫാമിലി ഫിലിമാണ്. ആദ്യം നിങ്ങൾ ഒരു തവണ പോയി കാണും, നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഫാമിലിനെ ഒപ്പം കൊണ്ടുപോയി കാണിക്കാം. ലവേഴ്സിനും പറ്റും.